കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലെ കെ.എസ്.ആർ.ടി.സി ഡ്രൈവറുടെ അപകടയാത്രയിൽ നടപടി. ഡ്രൈവർ കോഴിക്കോട് സ്വദേശി റാഫിക്കിന്റെ ലൈസൻസ് 3 മാസത്തേക്ക് റദ്ദാക്കി. 5 ദിവസത്തെ റോഡ് സുരക്ഷാ ക്ലാസ്സിൽ ഡ്രൈവർ പങ്കെടുക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ മേഘ മാധവൻ ചേരുകയാണ്. മേഘ, ഇന്നലെയാണ് ഇത് സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവരികയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി. സിജു, ഇന്നലെയാണ് വീഡിയോ ദൃശ്യങ്ങൾ, ഡ്രൈവർ വാഹനം ഓടിക്കുന്നതിനിടെ ഫോണിൽ സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. തൊട്ടടുത്തിരിക്കുന്ന ഒരു യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ലൈസൻസ് റദ്ദാക്കിക്കൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത്. ഇയാൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു, എന്നാൽ അത് തൃപ്തികരമായിരുന്നില്ല. ഇതേ തുടർന്ന് കൂടിയാണ് നടപടി. 3 മാസത്തേക്കാണ് ഇപ്പോൾ ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നത്. 5 ദിവസത്തെ റോഡ് സുരക്ഷാ ക്ലാസ്സിൽ ഇയാൾ പങ്കെടുക്കുകയും വേണം. കോഴിക്കോട് സ്വദേശിയായ റാഫിക്കിനെതിരെയാണ് ഇപ്പോൾ നടപടി. കെ.എസ്.ആർ.ടി.സി എന്തെങ്കിലും നടപടി ഇയാൾക്കെതിരെ എടുത്തിട്ടുണ്ടോ? ഇതിപ്പോൾ മോട്ടോർ വാഹന വകുപ്പാണല്ലോ നടപടി എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇയാൾ ചുരത്തിലൂടെ മൊബൈൽ ഫോണിൽ സംസാരിച്ച് കെ.എസ്.ആർ.ടി.സി ബസ് ഓടിച്ചത്. കെ.എസ്.ആർ.ടി.സിയും വിശദമായി തന്നെ ഇത് പരിശോധിച്ചു വരികയാണ്. ഒരു പക്ഷേ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി 3 മാസത്തേക്കാണ് ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നത്. അതുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും കെ.എസ്.ആർ.ടി.സിയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെയും കെ.എസ്.ആർ.ടി.സിയുടെ ഭാഗത്ത് നിന്ന് ഇയാൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മോട്ടോർ RTO, അതായത് എൻഫോഴ്സ്മെന്റ് RTO ആണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ശരി, മേഘയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.